ഗർഭിണിയായ ഒരു സ്ത്രീയോടും അവരുടെ കുടുംബത്തോടും പോലീസ് നടത്തിയ ക്രൂരമായ അതിക്രമം കേരളത്തിലെ പോലീസിന്റെ തനിനിറം, പിണറായി വിജയന്റെ പോലീസിന്റെ തനിനിറം ഒന്നും കൂടി ജനങ്ങളുടെ മുന്നിൽ തുറന്നുകാട്ടുകയാണ്. പോലീസ് അതിക്രമങ്ങളുടെ നീണ്ട കഥയാണ് പിണറായി വിജയന്റെ കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നത്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ CI പ്രതാപചന്ദ്രനെതിരെ മുഖ്യമന്ത്രി നടപടി സ്വീകരിച്ച് സസ്പെൻഡ് ചെയ്ത് തുടർ നടപടിയിലേക്ക് കടക്കുന്നതിനിടെയാണ് ഈ വിഷയത്തിൽ രാഷ്ട്രീയം കളിച്ച് ചോര കുടിക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ഈ വിക്രിയ, ഈ പ്രതികരണമെന്ന് ആർക്കും മനസ്സിലാകും. പോലീസ് രാജിനെ കുറിച്ച് ഇപ്പോൾ വല്ലാതെ വേവലാതിപ്പെടുന്ന കോൺഗ്രസുകാർ പലതും മറക്കുകയാണ്. തങ്കമണി, കിള്ളി, മുത്തങ്ങ, UDF ഭരണകാലത്ത് നടന്ന ഈ നരനായാട്ട് കേരളം ഇന്നും ഞെട്ടലോടെ തന്നെയാണ് ഓർക്കുന്നത്. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ജനതയുടെ രക്തക്കറയുമായാണ് VD സതീശനും കൂട്ടരും നിലവിളിക്കുന്നത്. സതീശനും കൂട്ടരും മറന്നാലും കേരളം ആ പഴയ കാലം മറക്കാൻ ഒരു സാധ്യതയില്ല, പൊറുക്കില്ല. വേണമെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാം. കഴിഞ്ഞ 9.5 വർഷത്തിനിടെ ഒരു പോലീസ് അതിക്രമവും കേരളം കണ്ടിട്ടില്ല. ഒരു വർഗീയ കലാപമോ വർഗീയ സംഘടനമോ പേരിന് പോലും കേരളത്തിൽ ഇന്നില്ല. LDF സർക്കാരിന്റെ പോലീസ് നയമാണ് ഇതിന് കാരണം. എന്നാൽ UDF ഭരിച്ച എല്ലാ കാലത്തും കേരളം വർഗീയ കലാപങ്ങൾക്കും പോലീസ് നരനായാട്ടിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. തൈക്കലും മാറാടും പൂന്തറയും നടന്ന കലാപങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കോൺഗ്രസിന്റെ പ്രമുഖനായിരുന്ന K കരുണാകരനും AK ആന്റണിയുമായിരുന്നു അന്ന് മുഖ്യമന്ത്രിമാർ. ആന്റണി മുഖ്യമന്ത്രിയായിരിക്കെ മാറാട് 2 തവണയാണ് കലാപം നടന്നത്. ജനപ്രതിനിധികളെ മർദ്ദിക്കുന്നുവെന്ന് ഇടയ്ക്കൊക്കെ നിലവിളിക്കുന്നുണ്ടല്ലോ കോൺഗ്രസുകാർ. മുത്തങ്ങയിലെ പോലീസ് നരനായാട്ടിൽ പ്രതിഷേധിച്ചതിന് പോലീസ് തലതല്ലിപ്പൊളിച്ച ജനപ്രതിനിധികളായിരുന്ന T ശിവദാസ മേനോനെയും NN കൃഷ്ണദാസിനെയും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? MP ആയിരിക്കെയാണ് കാസർഗോഡ് വെച്ച് P കരുണാകരന്റെ കൈവിരൽ പോലീസ് തല്ലിയൊടിച്ചത്. ഇന്നത്തെ വ്യവസായ മന്ത്രി P രാജീവിനെ SFI നേതാവായിരിക്കെ കൂത്തുപറമ്പ് വെടിവെപ്പിൽ പ്രതിഷേധിച്ചതിന് തല്ലിച്ചതച്ച് വിവസ്ത്രനാക്കി തെരുവിലൂടെ വലിച്ചിഴച്ച ദൃശ്യം ആരും മറന്നു കാണില്ല. നിർമ്മൽ മാധവൻ എന്ന KSU പ്രവർത്തകന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അനധികൃത പ്രവേശനം നടത്തിയതിനെതിരെ പ്രതിഷേധിച്ച SFI പ്രവർത്തകർക്ക് നേരെ വെടിയുതിർത്ത DYSP രാധാകൃഷ്ണ പിള്ളയെ ആരും മറന്നു കാണില്ല, ആരും മറക്കരുത്. 2011 ഒക്ടോബർ 10 കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു ഈ കിരാത നടപടി. അന്ന് സമരം ഉദ്ഘാടനം ചെയ്യാൻ SFI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന P ബിജു അവിടെ എത്തുന്നുണ്ട്. അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ച് ചോരയിൽ മുക്കി പോലീസ്. TA ഗീനാകുമാരിയുടെ തല സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വെച്ച് തല്ലിപ്പൊളിച്ചു. കോഴിക്കോട് സ്വാശ്രയ സമരം നയിച്ച ആതിര ഉൾപ്പെടെയുള്ള പെൺകുട്ടികളെ ആൺ പോലീസുകാർ തോക്കിന്റെ ബയണറ്റ് കൊണ്ട് തല്ലി കാൽ പൊളിച്ചു. നമിത എന്ന SFI പ്രവർത്തകയുടെ കാൽ ഗ്രനേഡ് എറിഞ്ഞ് തകർത്ത പോലീസും UDF ഭരണകാലത്ത് തന്നെയാണ്. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ പ്രതിഷേധിച്ച ജയപ്രസാദ് എന്ന യുവാവിന്റെ ജനനേന്ദ്രിയം പോലീസ് ലാത്തി കൊണ്ടടിച്ച് തകർത്തതും ആരും മറന്നു കാണില്ല. കണ്ണൂരിൽ 2 SFI പ്രവർത്തകരെ പോലീസ് വേട്ടയാടിയത് ഇലക്ട്രിക് ലാത്തി കൊണ്ട് ഷോക്ക് ഏൽപ്പിച്ചായിരുന്നു, ഉടുമുണ്ടഴിച്ചായിരുന്നു ഷോക്ക് ഏൽപ്പിച്ചത്. കണ്ണൂർ DYSP ആയിരുന്ന അബ്ദുൽ ഗഫൂർ ആയിരുന്നു വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയ ഈ വേട്ടയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. അങ്ങനെ എത്രയെത്ര പോലീസ് അതിക്രമങ്ങൾ. UDF കാലത്തെ പോലീസ് വേട്ട TV-യിൽ കണ്ട് ഹൃദയം പൊട്ടി മരിച്ച പത്രവിതരണക്കാരൻ മംഗളം വിജയനെയും നമ്മൾ മറക്കരുത്. മാർച്ച് 30 കേരള നിയമസഭയിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ നടത്തിയ പ്രസംഗം അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിൽ പോലീസ് അഴിച്ചുവിട്ട ഭീകരതയുടെ യഥാർത്ഥ ചിത്രമല്ലേ കാണിച്ചു തരുന്നത്? 1975 സെപ്റ്റംബർ 28 വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ലോക്കപ്പിലിട്ട് ക്രൂരമായാണ് തലശ്ശേരി MLA ആയിരുന്ന പിണറായി വിജയനെ പോലീസ് മർദ്ദിച്ചത്. കോഴിക്കോട് ചാത്തമംഗലം റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന രാജനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി കൊന്നതും അടിയന്തരാവസ്ഥ കാലത്താണ്. ആ മകന്റെ മൃതദേഹത്തിനായി അച്ഛൻ ഈച്ചര വാര്യർ നടത്തിയ പോരാട്ടം ചരിത്രത്തിൽ ഇടം പിടിച്ചതാണ്. ഒടുവിൽ നീതി കിട്ടാതെ ഈച്ചര വാര്യർ മരിച്ചു. നക്സലേറ്റ് വർഗീസിനെ വയനാടൻ കാട്ടിൽ വെച്ച് പോലീസ് വെടിവെച്ചു കൊന്നു. അതെ, വയനാട്ടിലെ മുത്തങ്ങയിലാണ് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത ആദിവാസികൾക്ക് നേരെ AK ആന്റണിയുടെ പോലീസ് വെടിവെച്ചത്. ജോഗി എന്ന ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു. 1991 ഡിസംബർ 7 AKG സെന്ററിനെതിരെ വെടിയുതിർത്ത പോലീസ് MA ബേബിയുടെ വായിൽ കല്ലുകുത്തി കയറ്റുന്നുണ്ട്. സ്വാതന്ത്ര്യ സമര കാലത്തും ശേഷവും തൊഴിലാളി കർഷക ബഹുജന പ്രക്ഷോഭങ്ങളെ ഭരണകൂടം പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തിയ ചരിത്രം EMS വിവരിക്കുന്നുണ്ട്. മണ്ണിന്റെ മക്കൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടത്തിൽ ചരിത്രം കുറിച്ച അമരാവതി സത്യാഗ്രഹത്തിലേക്ക് നയിച്ച മലയോര കർഷകരുടെ കുടിയിറക്കലിൽ പോലീസ് വഹിച്ച പങ്ക് AKG ഹൃദയവേദനയോടെയാണ് വിവരിച്ചത്. അതിങ്ങനെയാണ് പറഞ്ഞത്: മെയ് 2 പോലീസുകാർ കുടിലുകൾ പൊളിക്കാൻ തുടങ്ങി. കുടിലുകൾ വെറുതെ പൊളിച്ചു കളയുന്നത് കൊണ്ട് ഫലമില്ലെന്നറിഞ്ഞ പോലീസുകാർ അവ കത്തിച്ചു കളയുക എന്ന നയമാണ് സ്വീകരിച്ചത്. ദിവസേന ശരാശരി 100 വീടുകൾ വീതം കത്തിച്ചു കളയുക എന്നതായിരുന്നു അവരുടെ പദ്ധതി. വീടുകൾ കത്തിക്കുന്നതിനോടൊപ്പം തന്നെ വിളകളും പോലീസ് നശിപ്പിച്ചുകൊണ്ടിരുന്നു.
മതം പൊട്ടിയ കാട്ടാനകൾ വിളകൾ നശിപ്പിക്കുന്നത് പോലെ പോലീസ് വിളകൾ നശിപ്പിക്കുകയാണ് ചെയ്തത്. ലാത്തി കൊണ്ടടിച്ചും കൈകൊണ്ട് പിഴുതെറിഞ്ഞും തള്ളിമറിച്ചിട്ടും ചവിട്ടിയരച്ചും പോലീസ് മർദ്ദിക്കുകയായിരുന്നു. ഈ പോലീസിനെ നവീകരിച്ച് ജനകീയ മുഖമുള്ള സേനയാക്കിയത് LDF സർക്കാരാണെന്ന് മറക്കരുത് സതീശ. 1957 EMS സർക്കാർ നിയോഗിച്ച NC ചാറ്റർജി കമ്മീഷനും 1986 MK ജോസഫ് കമ്മീഷനും 2006 ജസ്റ്റിസ് KT തോമസ് കമ്മീഷനും പോലീസും ജനങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് പറയുന്നു. പോലീസിനെ കൊളോണിയൽ ഫ്യൂഡൽ ചട്ടക്കൂട്ടിൽ നിന്ന് മോചിപ്പിച്ച് ജനകീയ മുഖം നൽകാൻ ഇന്ത്യയിൽ ആദ്യ ശ്രമം നടത്തിയതും 1957 EMS സർക്കാരാണ്. എന്നാൽ ജനകീയ പോലീസിംഗ് ഒരു പദ്ധതി എന്ന നിലയിലേക്ക് നടപ്പാക്കാൻ ആദ്യം ശ്രമിച്ചത് 1996-2001 മുഖ്യമന്ത്രിയായിരുന്ന EK നയനാരാണ്. പിന്നീട് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ജനമൈത്രി പോലീസ് സംവിധാനം ശക്തിപ്പെടുത്തുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ സർക്കാരും നിലവിലെ സർക്കാരും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഈ പദ്ധതി വ്യാപിച്ചു. അങ്ങനെ വ്യാപിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇന്നലെ വന്ന ഈ CCTVയുടെ ഫൂട്ടേജ് പോലും കിട്ടിയത്. എന്നിട്ട് ഇങ്ങനെ പുറത്തു വന്നിട്ട് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ആ കുടുംബത്തിന് നീതി ലഭ്യമാക്കുന്ന രീതിയിലുള്ള സമീപനമല്ലേ സ്വീകരിച്ചത്? നിങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ നടന്നതുപോലെ പോലീസുകാരെ സംരക്ഷിക്കാനോ പോലീസുകാർക്ക് പ്രൊമോഷൻ കൊടുക്കാനൊക്കെയാണോ പിണറായി വിജയന്റെ പോലീസ് ശ്രമം നടത്തിയത്? സസ്പെൻഷനിലാക്കിയില്ലേ? ഇനിയിപ്പോ തുടർ നടപടി സ്വീകരിക്കുകയാണ്. ഒരു പക്ഷേ പുറത്താക്കാൻ വരെ സാധ്യതയുണ്ട്. ഇങ്ങനെ പോലീസ് സംവിധാനത്തിനകത്ത് കയറിക്കൂടി ഇത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവം വെച്ചു പുലർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ദോഷമാകുന്ന രീതിയിൽ പ്രവർത്തിച്ച എല്ലാ ഗൂണ്ടകളെയും പോലീസിൽ നിന്ന് പുറത്താക്കിയ ചരിത്രമാണ് പിണറായി വിജയന് പറയാനുള്ളത്. 100 മുകളിൽ ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരെയാണ് ഈ സർക്കാർ പുറത്താക്കിയിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പോലീസുകാരനെ പുറത്താക്കിയ ചരിത്രമുണ്ടോ സതീശ? ഒരാളെ പോലും പുറത്താക്കിയിട്ടില്ല എന്നതാണ് വസ്തുത. അങ്ങനെ ഇരിക്കെ സതീശ് എന്താ ഇങ്ങനെ ഒരു സംഭവമൊക്കെ പിടിച്ചിങ്ങനെ കടിച്ചു തൂങ്ങുകയാണ്. പോലീസുകാരെ മുഴുവൻ, അതായത് നമുക്കറിയാം നമ്മുടെ പോലീസ് എന്ന് പറയുന്നത് രാജ്യത്തിന് തന്നെ അഭിമാനമാണ്, കേരള പോലീസ്. ആ കേരള പോലീസിനെ ഒന്നടക്കം ആക്രമിക്കാൻ ഏതോ 2 പുഴുക്കുത്തുകളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എല്ലാവരും എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിച്ച് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാൻ വേണ്ടി സതീശനും സംഘവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാടകമാണ് മുളയിലെ തന്നെ പിണറായി വിജയൻ നുള്ളിക്കളഞ്ഞത്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? മാധ്യമങ്ങൾക്ക് മാരത്തോൺ ലെവലിൽ അന്തിച്ചർച്ച നടത്താൻ സമയം കിട്ടിയില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റിദ്ധാരണ പടർത്തുന്ന വ്യാജപ്രചരണങ്ങൾ നടത്താൻ സമയം കിട്ടിയില്ല. അങ്ങനെ ഒന്നിനും സമയം കിട്ടിയില്ല. കാരണം ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട് മണിക്കൂറുകൾക്കകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ കുടുംബത്തിന് അവർക്ക് വേണ്ട നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാം ചെയ്തു. പെട്ടെന്ന് തന്നെ ഈ CIയെ സസ്പെൻഡ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതാണ് മാതൃകാപരം, ഇതാണ് പിണറായി വിജയന്റെ കാലഘട്ടത്തിലെ പോലീസ് എന്ന് സതീശനെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നത് നിങ്ങൾ ഭരിക്കുന്ന സമയത്തായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സതീശ? നിങ്ങൾ കുറഞ്ഞത് ആ പോലീസുകാരന് ഒരു പ്രൊമോഷനെങ്കിലും കൊടുക്കുമായിരുന്നു, അല്ലെ? സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യൽ ഇതൊന്നും നമ്മുടെ പുസ്തകത്തിൽ പോലും ഉണ്ടായിരുന്നില്ലല്ലോ അന്നത്തെ കാലഘട്ടത്തിൽ, അല്ലേ സതീശ? മാത്രവുമല്ല, ഇതിനെതിരെ ആരെങ്കിലും ഒക്കെ സമരം ചെയ്തു വന്നാലോ ശബ്ദമുയർത്തിയാലോ അവരെയൊക്കെ മർദ്ദിക്കും, വേണമെങ്കിൽ അവരുടെ ജനനേന്ദ്രിയം തല്ലിപ്പൊളിക്കും, വേണമെങ്കിൽ അവരെ ഇലക്ട്രിക് ലാത്തി കൊണ്ട് എർത്തടിപ്പിക്കും. അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുമായിരുന്നു. എന്നിട്ട് വേണമെങ്കിൽ ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്ത ചെയ്ത മാധ്യമപ്രവർത്തകരെ വരെ പിടിച്ചു ചിലപ്പോൾ അകത്തിടുമായിരുന്നു. അതുകൊണ്ട് സതീശൻ വലിയ രീതിയിലൊന്നും ഇങ്ങനെ വായിട്ടടിച്ചുകൊണ്ട് പോയ കാലത്തെ മറച്ചു പിടിക്കാൻ വേണ്ടി ശ്രമമൊന്നും നടത്തരുത്. ഇവിടുത്തെ സർക്കാരിനെയും പോലീസിനെയും പറ്റിയൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായി തന്നെ അറിയാം. ഇത്തരം ഒരു സന്ദർഭം ഉണ്ടായാൽ, ഇത്തരം ഒരു വിഷയം ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ തീർച്ചയായും ആ വിഷയങ്ങളിലൊക്കെ ഒരു ശക്തമായ നടപടി സ്വീകരിക്കും. നിങ്ങൾ സുജിത്ത് എന്ന് പറയുന്ന ഒരു ക്രിമിനലിനെ ഇറക്കി ഈ പോലീസ് സേനയെ മുഴുവൻ നാശമാക്കാൻ അല്ലെങ്കിൽ മോശക്കാരനാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയില്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ സുജിത്ത് കൊടും ക്രിമിനലാണെന്നും ആ സുജിത്ത് എന്ന് പറയുന്ന വ്യക്തി പോലീസിനെ ആക്രമിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ഒരു ആസൂത്രണ പരമ്പരയായിരുന്നു അവിടെ ആ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നില്ലേ? എന്നിട്ട് ഇപ്പൊ എന്തേ സുജിത്ത് എന്ന് പറയുന്ന പേര് പറഞ്ഞ് കേൾക്കാത്തത്? എന്തേ മാധ്യമങ്ങളൊക്കെ സുജിത്തിന്റെ നീതിക്ക് വേണ്ടി കുരയ്ക്കാത്തത്? അപ്പോ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് കുറച്ച് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന കുറെ സൈബർ കൂട്ടങ്ങളെയൊക്കെ കൂടെ പിടിച്ചുകൊണ്ട് കുറെ തെറ്റിദ്ധാരണ പടർത്തുന്ന കുറെ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെന്നാണ് സതീശൻ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ സതീശ അതിന് വെച്ച വെള്ളം മാറ്റിവെച്ചാൽ മതി എന്ന് ഞാനല്ല പറയുന്നത്. നിങ്ങളുടെ പാർട്ടിയിലുള്ള ആളുകൾ വരെ പറഞ്ഞു തുടങ്ങി. മുഖ്യമന്ത്രി കുപ്പായം ഇട്ടിരിക്കുന്ന പല UDF-ന്റെയും ഒക്കെ നേതാക്കൾ ഇപ്പൊ അത് പതിയെ മടക്കി പെട്ടിടകത്തെടുത്ത് വെച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും ഒരു വല്ലാത്തൊരു സംഭവം തന്നെ സതീശൻ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.